നമസ്കാരം, ലാലൂരി ദേവസ്ഥാനാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകളും ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് ആരും യൂട്യൂബിന്റെ താഴെ പോയിട്ട് നോക്കില്ല എന്ന് പറയണ ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തെ ആചാരങ്ങളും ക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പല സ്ഥലങ്ങളിലും പല ആചാരങ്ങളും ക്രമങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ ആവും ലാലൂരി ദേവസ്ഥാനത്തേക്കും വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആർത്തവം അതാണ് വിഷയം. പല സ്ത്രീകളും ആർത്തവത്തിന്റെ പേരിൽ പൂജ അല്ലെങ്കിൽ ജപം കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റിവെക്കുന്നു. പിന്നും അതായത് ഒരുപാട് തവണ ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഒരാൾക്കുള്ള മറുപടി പലർക്കും കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസിൽ ഞാൻ പറയാറുണ്ട്. ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീയെ മഹാലക്ഷ്മി ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ആർത്തവം. സത്യത്തിൽ ഇത് പണ്ട് കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ആചാരം. അതായത് മഹാലക്ഷ്മി ആവുന്നത് കൊണ്ടാണ് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്താ പറയുക, ഋതുമതി അതായി കഴിഞ്ഞാൽ, മെൻസസ് ആയി അല്ലെങ്കിൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ, പല ഇതുണ്ട്, എല്ലാം ഞാൻ അന്വേഷിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ആർത്തവം ആയി കഴിഞ്ഞാൽ, പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ ഞാനൊക്കെ ഒരുപാടൊക്കെ അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതായത് നമ്മുടെ അയലക്കത്തൊക്കെ പെൺകുട്ടികളാകുമ്പോൾ അവരോട് ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവരും. അന്ന് ആ പലഹാരങ്ങളൊക്കെ നമുക്കും അതിൻ്റെ ഒരു ഷെയർ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിരുന്നു അന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഞാനത് ഇത്രയും കൃത്യമായിട്ട് പറയണേ. അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താണ്? അതായത് ആ സ്ത്രീ മഹാലക്ഷ്മിയായി. അപ്പോൾ അതിനെ ആ 7 ദിവസം ആ സ്ത്രീ മഹാലക്ഷ്മിയാണ്, അല്ലെങ്കിൽ 8 ദിവസമാണ് അതിന് ആ ഒരു ദിവസങ്ങളിൽ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീ. ആ പെൺകുട്ടി മഹാലക്ഷ്മി ആയി. ആ മഹാലക്ഷ്മിക്ക് വേണ്ടി ആ കുട്ടീനെ മഞ്ഞളിട്ടിട്ട് നമ്മൾ ഭഗവാനെ ദേവിനെ മഞ്ഞൾ ചാർത്തി പാലാഭിഷേകം, മഞ്ഞാഭിഷേകം, മഞ്ഞൾ കൊണ്ട് ഇതൊക്കെ തേച്ച് കുളിപ്പിക്കണൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ആ ചടങ്ങും. ആ സ്ത്രീനെ മഞ്ഞളൊക്കെ തേച്ച് എല്ലാവരും കൂടി, വീട്ടിലുള്ള മുതിർന്നവർ ആരൊക്കെ കൂടിയിട്ട് അതിനെ തേച്ച് കുളിപ്പിച്ച് അതിനെ വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഒരു പീഠത്തിലിരുത്തി, പീഠം എന്ന് പറഞ്ഞാൽ ഒരു പലകയിലിരുത്തി, അല്ലെങ്കിൽ ഒരു പലകയ്ക്ക് പകരം ഒരു എന്താ പറയുക പുൽപ്പായയിലൊക്കെ ഇരുത്തി എല്ലാവരും അതിനെ വട്ടിട്ട് പൂജാകർമ്മങ്ങൾ പോലെയാണെന്നത്. എന്നിട്ട് ആ നൈവേദ്യങ്ങളാണ്, ആ കുട്ടിക്ക് കൊണ്ടുവരുന്ന നൈവേദ്യങ്ങളാണ് നമുക്ക് പലഹാരങ്ങളായിട്ട് ഷെയർ കിട്ടിയിരുന്നത് അന്ന്. അപ്പോൾ പലഹാരം നമ്മളിവിടെ സ്വാമിക്ക് അർപ്പിക്കുന്ന അതേ തുല്യതയിലാണ് ആ കുട്ടീനെ 7 ദിവസം പരിപാലിക്കുന്നത്. അത് ആ ചടങ്ങ് എന്ത് ചെയ്യും, അത് വലിയ പ്രോസസ്സായി, അതായത് വലിയ ചെലവ് കൂടിയതായ കാരണം ആ പ്രായപൂർത്തി ആവണ ആ ഒരു തവണ മാത്രമേ ചെയ്യുള്ളൂ എന്ന് മാത്രം, മനസ്സിലായ? അപ്പോൾ ആ കുട്ടി മഹാലക്ഷ്മി ആവണതിന് തുല്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. അതിനത്രയ്ക്കും ദിവ്യത്വമുണ്ട്. അതിനെ പലരും പല രീതിയിൽ